പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 58 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സംസ് ആൻഡ് ദി ഡിഫറൻസസ്. അപ്പോൾ നമ്മളോട് സമ്മ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഡിഫറൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 10s പ്ലസ് 3 and 4 hundreds. അപ്പോൾ ഇവിടെ 1/10കളുടെ 3 പാർട്സ് ഉണ്ട്. ഇവിടെ ഒരു 3 യൂണിറ്റും 1/100ൻ്റെ 4 പാർട്സുകളും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. എങ്ങനെ എഴുതാം? 3 10s പ്ലസ് 3 പ്ലസ് 4 hundreds. ഇതാണ് 3 and 4 hundreds എന്ന് വെച്ചാൽ 3 യൂണിറ്റ്സും 1/100ൻ്റെ 4 പാർട്സുമാണുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 3 10s പ്ലസ് 4 hundreds എന്ന് എഴുതാം. ഇത് ഇവിടെ ഈ 3 10സിനെ നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ പാർട്ടായിട്ട് എങ്ങനെ എഴുതാം? 3 10സിനെ എങ്ങനെ എഴുതാം? 3 പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 10s എന്ന് വെച്ചാൽ എന്താണ്? 1/10കളുടെ 3 പാർട്സ് ആണല്ലേ. അപ്പോൾ 1/10നെ നമുക്ക് വീണ്ടും എന്താക്കാം? ഓരോ 1/10കളെ നമുക്ക് വീണ്ടും 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 1/10ൻ്റെ 3 പാർട്സ് എന്തായിട്ട് മാറും? 1/100ൻ്റെ 30 പാർട്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് 30 hundreds എന്ന് എഴുതാം. പ്ലസ് 4 hundreds. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താവും? 3 പ്ലസ് 30 പ്ലസ് 4 34 hundreds is equal to 334 hundreds എന്ന് നമുക്കിതിനെ എഴുതാം. ഓക്കെ. അപ്പോൾ 3/10നെ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം എന്തായിട്ട് മാറുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. 310നെ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 30/100 എന്നായിട്ട് മാറും. അതായത് നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്താൽ മതി? ഓരോ 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൂടുതൽ അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ അങ്ങ് ചെയ്തെഴുതുക കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 9 and 5 10s and 7 hundreds plus 2 and 1 10s and 3 hundreds. ഇതിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് അതായത് ഹോൾ നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പം 9 പ്ലസ് 2 പ്ലസ് ഇനി 10സിൻ്റെ പാർട്ടിനെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ 5/10 പ്ലസ് 1/10. ഇനി ഹൺഡ്രഡ്സിൻ്റെ പാർട്ടിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ 7 hundreds പ്ലസ് 3 hundreds is equal to 9 plus 2 11 plus 5 plus 1 6/10 plus 7 plus 3 10 100. ഇനി ഈ 10 hundreds എന്ന് പറയുന്നത് എന്താണ്? 1/100ൻ്റെ 10 പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? 1 10s ആണ്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ 1 10s എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 11 പ്ലസ് 6 10s പ്ലസ് 1 10s. അതായത് 1/100ൻ്റെ 10 പാർട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1/10ൻ്റെ ഒരു പാർട്ടിന് ഈക്വലാണ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിയത്തില്ല, എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു 0യും ഇതിൻ്റെ ഒരു 0യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 1/10 ആണ്. അത് നിങ്ങളിവിടെ എഴുതുക കേട്ടോ. ഇസ് ഈക്വൽ ടു 11 പ്ലസ് 6 പ്ലസ് 1 7 10s ഇസ് ഈക്വൽ ടു 11 7 10s എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 15 and 6 10s and 4 hundreds plus 14 and 3 10s and 6 hundreds. ഇതിനെ നമുക്ക് ഇവിടെയും അഡീഷൻ ആണ്. ഇതിനെ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാം. ഇസ് ഈക്വൽ ടു 15 പ്ലസ് 14 ബ്രാക്കറ്റ് ഇടുന്നു പ്ലസ് അടുത്തത് ടെൻസിൻ്റെ പാർട്ട്. അപ്പോൾ 6 10s പ്ലസ്
3 tons. അടുത്തത് ഹൺഡ്രഡ്സിൻ്റെ പാർട്ട് 400 പ്ലസ് 600 is equal to 15 plus 14 is 29 plus 6 plus 3 9 tons plus 6 plus 4 10 hundredths. അപ്പോൾ ഇവിടെ 10 hundredths എന്ന് വെച്ചാൽ അതെന്താവും 10 hundredths എന്നുള്ളത് 1/10 ആയിട്ട് മാറും. അല്ലെങ്കിൽ ഈ ഓരോ സീറോ കട്ട് ചെയ്യാം. അപ്പോൾ 1/10 അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം 1/100ൻ്റെ 10 പാർട്സുകൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് 1/10ന് ഈക്വലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 29 പ്ലസ് 9 ടൺസ് പ്ലസ് 1 ടൺസ് ഇസ് ഈക്വൽ ടു 29 പ്ലസ് 9 പ്ലസ് 1 10/10. 10/10 എന്തിന് ഈക്വലാണ് 1 യൂണിറ്റിന് ഈക്വലാണ് ഇസ് ഈക്വൽ ടു. അപ്പോൾ എന്തായി 29 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 30 is the answer. ഇനി അടുത്തത് 700 മൈനസ് 400. അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ സബ്ട്രാക്ഷൻ ആണ് എന്ത് ചെക്ക് ചെയ്യണം ഈ ഫസ്റ്റ് വണ്ണിലെ നമ്പേഴ്സ് സെക്കൻഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. 7 ഈസ് ഗ്രേറ്റർ ദാൻ 4. ഇവിടെ ന്യൂമറേറ്റർ നോക്കണം 7 ഈസ് ഗ്രേറ്റർ ദാൻ 4 അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും 700 മൈനസ് 400. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 7 മൈനസ് 4 ഈസ് 3. 7 മൈനസ് 4 ഈസ് 3. 100 നമ്മൾ അതേപോലെ എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആൻസർ 3 and 300 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 and 600 മൈനസ് 5 ഇൻറ്റു 300. അപ്പോൾ ഇവിടെയും സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം 8 ഈസ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് 6 ഈസ് ഗ്രേറ്റർ ദാൻ 3. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കാണിച്ച മെത്തേഡിലും ചെയ്യാം. ഇവിടെ നമുക്ക് ടേമുകൾ ഒരേപോലെയാണ്. ഇവിടെ ഹൺഡ്രഡ്സ് ആണ് രണ്ടും തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അഡീഷൻ ചെയ്യുന്ന മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ് അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 8 മൈനസ് 5 ഇട്ടിട്ട് അടുത്തത് എഴുതുമ്പോൾ പ്ലസ് വേണം നിങ്ങൾ ഇടാനായിട്ട് കേട്ടോ. അതായത് ടേമുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. പക്ഷേ 8 6/100 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 8 പ്ലസ് 6/100 ആണ് 8 600 എന്ന് പറയുന്നത് അല്ലേ. 8ഉം അതിൻ്റെ കൂടെ 1/100ൻ്റെ 6 പാർട്ടുകളും ചേരുന്നതാണ്. ഈ 8 600 നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് 5 പ്ലസ് 3/100 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 8 മൈനസ് 5 ഇവിടെ എന്താണ് പ്ലസ് ആണ് 6/100ഉം 3/100ഉം കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയാണെന്ന്. 8 മൈനസ് 5 ഈസ് 3 പ്ലസ് ഇതെന്താവും 6 മൈനസ് 3 ഈസ് 3/100 ഇസ് ഈക്വൽ ടു 300 എന്ന് വരും. ഇനി ഇതല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് എന്താ 8 600 മൈനസ് 5 300 ഇങ്ങനെ ഡയറക്റ്റ് എഴുതി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 8 മൈനസ് 5 ഈസ് 3 6 മൈനസ് 3 ഈസ് 300 കണ്ടോ. ഇങ്ങനെ വേണമെങ്കിലും എഴുതി ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന ആൻസർ കറക്റ്റായാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തത് 12 600 200. ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇവിടെ 6/10 ആണ് കേട്ടോ. 100 ഇല്ല 6/10 ആണ്. 12 and 6 tons 2 and 200 മൈനസ് 9 tons and 900. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 12 ആണ്, ഇവിടെ ഒന്നുമില്ല, അതിനകത്ത് പ്രശ്നമില്ല നമുക്ക്. പക്ഷെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ 6 ഈസ് ലെസ് ദാൻ 9 അല്ലേ. ടെൻസിൻ്റെ പാർട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 6 ഈസ് ലെസ് ദാൻ 9. ഹൺഡ്രഡ്സിൻ്റെ പാർട്ട് എടുക്കുമ്പോൾ 2 ഈസ് ലെസ് ദാൻ 9.
ഇല്ലേ, ഇവിടെ രണ്ടിടത്തും സ്മോളർ നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഓരോ ഇത് നമ്മൾ ഇപ്പുറത്തോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇതിനെ നമുക്ക് 12 6 10s 200s ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെ എഴുതും? ഇവിടെ 1/10കളുടെ 6 പാർട്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും? 12 6/10 എന്നുള്ളത് ഇവിടെ 5/10 ആവും. ഇനി ഈ ഇതിലെ ഒരു 1/10നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഹൺഡ്രഡ്സിൻ്റെ പാർട്ടാക്കി ഇപ്പുറത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ 1/10നെ 100 ആക്കുമ്പോൾ എന്തായിട്ട് മാറും? 10/100 ആയിട്ട് മാറും. അപ്പോൾ അതും 200s കൂടെ ചേർന്ന് എത്രയാകും? 1200s എന്നായിട്ട് മാറും. അതായത് 1/100കളുടെ 12 പാർട്ടാവും. ഓക്കെ, വീണ്ടും ഇവിടെ എന്തായി? ഈ 6ന് പകരം 1 കുറഞ്ഞ് ഇവിടെ 5 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു യൂണിറ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ 11 ആയിട്ട് മാറും. അപ്പം 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10/10 ആണ്. അതായത് 1/10ൻ്റെ 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 10/10 + 5/10 എന്തായിട്ട് മാറും? 15/10 ആയിട്ട് മാറും. ബാക്കി 12/100. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെയും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതേപോലത്തെ പ്രോബ്ലംസ് ഞാൻ എക്സാമ്പിളിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നമുക്ക് 12 ആയിരുന്നു. ഈ 12ൽ നിന്ന് ഒന്നിനെ നമ്മൾ ആർക്ക് കൊടുത്തു? ടെൻസിന് കൊടുത്തു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/10ൻ്റെ 10 പാർട്സ് ആണ്. അപ്പോൾ ഇവിടെ 12ൽ നിന്ന് 1 കുറഞ്ഞ് ഇവിടെ 11 ആയി. അപ്പോൾ നമ്മൾ 1 ഇപ്പുറത്തോട്ട് കൊടുത്തപ്പോൾ എന്തായി? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 1/10ൻ്റെ 5 പാർട്സ് ഇവിടെയുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 + 5 15 പാർട്സായി. 1/10ൻ്റെ 15 പാർട്സായി. അങ്ങനെയാണ് ഇവിടെ 15/10 ആയത്. ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് നമ്മളിവിടെ 12 ആക്കിയായിരുന്നു ഇല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യാം. എന്താണ്? -9 tons and 9 hundreds. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 11ൽ നിന്ന് ഇവിടെ ഒന്നും സബ്ട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 11 അതേപോലെ തന്നെ എഴുതുന്നു. ഇതെന്താവും? 15 - 9 ഈസ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സബ്ട്രാക്റ്റ് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിനകത്ത് സബ്ട്രാക്ഷൻ കേട്ടോ. 15 - 9 ഈസ് 6 tons. 12 - 9 ഈസ് 300s. ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, = 11 6 ടെൻസിനെ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? 60/100 എന്നായിട്ട് മാറും. അപ്പം 60 + 3 63/100, അല്ലെങ്കിൽ 11 and 63 hundreds എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 58ലെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി ഡെസിമൽ പ്ലേസ് വാല്യൂ എന്നുള്ള പോർഷനാണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.